കൂട്ടുകാരെ, നമുക്കിന്ന് കോവൽ കൃഷി ചെയ്യണതും തൈ നടണതും എങ്ങനെയെന്ന് കാണിക്കാം. കോവൽ തൈ വെച്ച് പിടിപ്പിക്കണം എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പം ഞാൻ ഇവിടെ കാണിക്കണത് 5 വർഷമായ ഒരു മൂട് ആണ് ഞാൻ ഇവിടെ നട്ടേക്കണത്. എൻ്റെ ടെറസിലോട്ടാണ് പടത്തി കയറ്റിയത്. താഴെ ചാക്കിലാണ് അന്ന് നട്ടത്. ഒരു വള്ളി ഞാൻ നട്ട് അത് പൊടിച്ച് കയറിയപ്പം അതങ്ങ് ടെറസിൽ കയറ്റി പന്തലിട്ട് കൊടുത്ത് നെറ്റ് വാങ്ങിച്ച് പന്തൽ വിരിച്ചിട്ടാണ് ഈ കോവൽ വളർത്തിയിരുന്നത്. ഓരോ പ്രാവശ്യം 5ഉം 10ഉം കിലോ പറിച്ചാലും തീരില്ല. അങ്ങനെ പറിച്ച് ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വേനലാകുമ്പം വീണ്ടും ആ വള്ളി അങ്ങ് വെട്ടി വിടുമ്പോൾ അടുത്ത മഴയത്ത് വീണ്ടും തെളുത്ത് കയറും. അങ്ങനെ വെട്ടി ഇട്ടേക്കണതാണ്. ഇപ്പം പന്തലിൽ ഉയരയില്ല. അപ്പം സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ ഈ നെറ്റിൽ പൊടിച്ച് കിടക്കണത് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം വീഡിയോ പിടിക്കാൻ നേരത്തെ അതില്ല. ഇങ്ങനെ താഴ്ന്ന് പൊടിച്ച് വന്നിട്ട് ഒരു പേര നിൽപ്പുണ്ട്. പേരയിലോട്ടൊക്കെ പോയേക്കണതാണ് ഞാനിത് കാണിച്ചേക്കണത്. ഇതിങ്ങനെ പൊടിച്ചിങ്ങനെ താഴ്ന്ന് വന്ന് ടെറസിൽ എത്തിയതാണ്. ഈ 5 വർഷമായി. എൻ്റെ വള്ളിയുടെ കനമൊക്കെ നല്ല കനമാണ്. ഒരു കൈവണ്ണം വരെയുണ്ട്. മൂട്ടിലോട്ടൊക്കെ കൈയുടെ വണ്ണം വരെ അത്രയ്ക്കുള്ള വള്ളിയുടെ കനത്ത് കിടക്കുകയാണ്. ഇതിൽ ഒരു മൂടൊക്കെ നട്ടിട്ടിരുന്ന നമ്മളെ വീട്ടാവശ്യത്തിനുള്ള നമുക്ക് പോയിട്ട് നമുക്ക് കൊടുത്ത് വല്ലതും നമ്മൾ വള്ളി അതിൽ നിന്ന് ഞാൻ 2 വള്ളി മുറിച്ചെടുത്ത് നടന്നതാണ്. മുറിച്ചെടുത്തിട്ട് ഞാനത് ഒരു തേങ്ങ പൊതിച്ചിട്ട് അതിൻ്റെ തൊണ്ടിൽ ശകല ചാണകപ്പൊടി മണ്ണും കൂടെ എടുത്ത് അതിനകത്ത് 2 കമ്പം മുറിച്ചുകൊണ്ട് അതിലോട്ട് വെച്ച് കെട്ടി അങ്ങ് വെച്ചിരുന്നു. ഇപ്പം പൊടിച്ച് അത് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അതൊരു മൂന്നായിട്ട് അത് ഒരു പന്തലിലോട്ട് പടർത്തണം. അത് 2 എണ്ണം വേര് പിടിപ്പിച്ച് മുളച്ച് വന്നു കഴിഞ്ഞു. ഇനി ഇത് പന്തലിലോട്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. അത് നല്ല കനമുള്ള 2 വള്ളിയാണ് മുറിച്ചിട്ടേക്കുന്നത്. ചെറിയ വള്ളിയാണെങ്കിലും നല്ല മുളച്ച് വരും. നല്ല ഓരോ മുട്ടിൽ മുള വന്നിരിക്കുന്നതാണ്. ശരിക്കും പൊടിച്ച് വരും. ഇനി ഇതിനെ കയറ് കെട്ടി നെറ്റിലോട്ട് പടത്തി വിടണം. ഇതുപോലെ എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ശ്രമിച്ച് നോക്കണം. ഒരു വള്ളി എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ആ വള്ളി നമ്മളിതുപോലെ അല്ലെങ്കിൽ നല്ല തണലത്ത് എവിടെയെങ്കിലും വെച്ച് കുണ്ടിലല്ലെങ്കിലും നമ്മൾ മണ്ണിലായാലും തണലത്ത് നട്ട് പിടിപ്പിച്ച് കവറിലൊക്കെ നട്ടിട്ട് തണലത്ത് വെച്ചിട്ട് പിന്നീട് വെയിലത്തോട്ട് വെച്ചാൽ അത് മുള വന്ന ശേഷം അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെ നട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി. വീട്ടമ്മമാർക്ക് ആർക്കും ഇതുപോലെ ശ്രമിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ശ്രമിച്ചാൽ മതി. ഇപ്പം പിന്നെ ഞാനെല്ലാം യൂട്യൂബ് കണ്ടാണ് എല്ലാം തുടങ്ങിയത്. അതുപോലെ എല്ലാവർക്കും ഇതുപോലെ കൃഷികൾ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു മനസ്സ് വേണമെന്നുള്ളതേ ഉള്ളൂ. ചെയ്തെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ആവശ്യം കഴിഞ്ഞ് പിച്ചുള്ളത് നമുക്ക് കൊടുത്താൽ നമുക്ക് വളം വാങ്ങിക്കാനോ അതിനുള്ള പൈസ കിട്ടും. എല്ലാവരും ശ്രമിച്ച് നോക്കണം.